തിരുവനന്തപുരത്തെ വളരെ ഒരു ഭംഗിയുള്ളൊരു സ്ഥലത്താണ് നിൽക്കുന്നത്. സ്ഥലം പലർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. പാറയിൽ കോവിലെന്ന് പറയും. ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ എക്സാമ്പിള് നമ്മളുടെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്കുള്ള കൽമണ്ഡപത്തിൻ്റെ കല്ല്, ഒറ്റക്കൽ മണ്ഡപത്തിൻ്റെ കല്ല് വെട്ടിക്കൊണ്ട് പോയ സ്ഥലമാണ്. ഇവിടെ ഒരു ഉണ്ണികൃഷ്ണനകത്തിരിപ്പുണ്ട്. മനസ്സിലായോ? ത്രിചക്രപുരം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എന്നാണ് പറയുന്നത്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇപ്പം എക്സാമ്പിൾ കാണിച്ചു തരാം. പാറയക്കോവിൽ എന്ന് പറയും. ഇവിടെ നിന്നാൽ നമുക്ക് തിരുവനന്തപുരം സിറ്റിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കഴിയും. ഓക്കെ, മേളിലോട്ട് കയറിയിട്ട് ബാക്കി പരിപാടികൾ കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. കണ്ടോ ആ ഭംഗി നോക്കിയേ. അതിൻ്റെ അങ്ങ് നമുക്ക് ദൂരെയുള്ള മലകളെല്ലാം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സിറ്റി മൊത്തം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ നിൽക്കാനും ഒരു പ്രത്യേക സുഖമാണ്. വളരെ ഭംഗിയുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത്. തിരുവനന്തപുരത്തിൻ്റെ വേണമെങ്കിൽ ഒരു അഭിമാനം, അഹങ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. അത്ര ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. പറ്റുമെങ്കിൽ ഒരു തവണയെങ്കിലും ഇന്ന് ഇങ്ങോട്ട് വന്ന് കാണണം. കാര്യം തിരുവനന്തപുരത്ത് നിന്ന് വളരെ അടുത്താണ്. നമ്മളുടെ പാങ്ങോട് മിലിറ്ററി ക്യാമ്പിൻ്റെയൊക്കെ അടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. മനസ്സിലായോ? ഈ ഭംഗി നോക്കിയേ, സ്ഥലത്തിൻ്റെ ഭംഗി നോക്കിയേ. എന്ത് അടിപൊളി, എന്ത് രസമാണ്. ഇപ്പോൾ ഒരു വൈകുന്നേര സമയമാണ്. ഈ വൈകുന്നേരത്തിൻ്റെ ആ ഒരു ഭംഗി ആസ്വദിക്കണമെങ്കിൽ വന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു പ്ലേസ് തന്നെയാണ് ഈ ഒരു പാറയിൽ കോവിൽ. ഇതിൻ്റെ താഴെയായിട്ട് മാധവ സ്വാമിയുടെ സമാധിയുണ്ട്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. അകത്തൊരു ഉണ്ണി കൃഷ്ണനായിരിക്കുന്നത്, വളരെ ചെറിയൊരു കൃഷ്ണനായിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവിടെ വേനൽക്കാലത്തും വറ്റാതെ ഇരിക്കുന്ന ഒരു ഉറവയുണ്ട്. ഒരു ഉറവ മീൻസ് ഒരു ചെറിയൊരു കിണറോ അല്ല, ഒരു കുളം പോലത്തെ ഒരു സംഭവം. ചെറുത്, വളരെ നൈസായിട്ടുള്ള ചെറുതായിട്ടുള്ളൊരു സംഭവമാണ്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു അമ്പലമാണ്. പറ്റുമെങ്കിൽ ഒന്ന് വന്ന് കാണുക. ആ സ്ഥലവും കൂടെ കാണിച്ചു തരാം. ആ ഒരു കണ്ട, ഇതിൻ്റെ അകത്താണ് എല്ലാവരും എന്ന് വെച്ചാൽ മീൻസ് ഇതിൻ്റെ അകത്താണ് വെള്ളം, വറ്റാത്ത വെള്ളം ഉള്ളത്. എന്താ ഇത് മലയുടെ മണ്ടയിലാണ് പാറയിലാണ് ഈ ഒരു വെള്ളം വരുന്നത്. ഈ സ്ഥലത്തിന്റെ ഭംഗി ഒന്ന് നോക്കിയേ, എന്ത് രസമാണ്. കണ്ടോ, നമുക്കിതാ അങ്ങ് അറ്റത്തുള്ള നമുക്ക് മലകൾ വരെ, ആ മേഘങ്ങൾ നിൽക്കുന്നുണ്ടോ? എന്ത് രസമാണ്, എന്ത് ഭംഗിയുള്ള സ്ഥലമാണ്. നമുക്ക് വൈകുന്നേരം രാവിലെ ഒരു 6, 6:30, 7 മണി ആ ഒരു ടൈം, വൈകിട്ട് ഈ ഒരു 5:30, ഈ ഒരു സൂര്യൻ താഴ്ന്ന ശേഷം നമുക്ക് ഇവിടെ വന്ന് നല്ല പോലെ ആസ്വദിക്കാനും വന്ന് പീസ്ഫുൾ ആയിട്ടിരിക്കാനും വളരെ സമാധാനപരമായിട്ടും ധ്യാനത്തിലും അങ്ങനെയൊക്കെ ഇരിക്കാൻ പറ്റിയ വളരെ നല്ലൊരു പ്ലേസാണ്. മനസ്സിലായോ? കഴിയുമെങ്കിൽ ഒന്ന് ഇവിടെ നിന്ന് വിസിറ്റ് ചെയ്യുക. അത്ര അടിപൊളി സ്ഥലമാണിത്. മനസ്സിലായോ? നല്ലൊരു അന്തരീക്ഷമാണ്. പിന്നെ ഇവിടുത്തെ കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഞ്ചാലി പ്രതിഷ്ഠിച്ച വിഗ്രഹം എന്നാണ് പറയുന്നത്. ഐതിഹ്യം പറയുന്നതാണ്. അത് മാത്രമല്ല, പിന്നെ ഇത് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലേക്ക് വേണ്ടിയിട്ടുള്ള കൽമണ്ഡപത്തിന്റെ കല്ല് ഇവിടെ നിന്ന് വെട്ടിക്കൊണ്ടുപോയെന്നാണ് പറയുന്നത്. പിന്നെ ഈ ഒരു സ്ഥലം, ഈ ഒരു അമ്പലം നമുക്ക് മറ്റേ ഏതോ 1-2 സിനിമയിലെ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഏതോ ഒരു സിനിമയിലും കൂടെ ഉണ്ട്. പഴയ സിനിമ, അതിലും ഉണ്ട്. നല്ല പഴക്കമുള്ള അമ്പലമാണിത്. ഓക്കെ, നോക്കിയേ. സൂര്യനെ കുതിച്ചിരിക്കുന്ന കണ്ടാ, അടിപൊളിയല്ലേ? ഇതാ അമ്പലത്തിലേക്ക് അകത്തേക്ക് കയറാനുള്ള എൻട്രൻസ്. ഓക്കെ, വളരെ നല്ലൊരു അമ്പലമാണ്. മീൻസ് നമുക്ക് എന്തെങ്കിലും മനസ്സിലെ വിഷമോ അല്ലെ മറ്റെന്തെങ്കിലും ദുഃഖമോ കാര്യങ്ങളോ ഉള്ള സമയത്ത് നമുക്ക് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ, എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളോ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും. മീൻസ് ഇവിടുത്തെ കാഴ്ച നമ്മളുടെ കണ്ണിന് കുളിർമ ഏകുന്ന കാഴ്ചകൾ ഇവിടെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സ് ഫ്രീ ആക്കാൻ പറ്റുന്ന, എന്ന് വെച്ചാൽ ഒരു സീറോ സ്റ്റേറ്റിൽ മനസ്സിനെ എത്തിക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്ലേസാണ് നമ്മുടെ തിരുവനന്തപുരത്തുള്ളതിൽ. എനിക്ക് തോന്നിയതാണ്. കാര്യം ഇവിടെ ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഒരു മനസ്സിന് എനിക്കൊരു ചെറിയ എന്തോ ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് കുറച്ച് നേരം ഇരുന്ന് ഒന്ന് ബ്രീത്തും കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഒന്ന് ഫ്രഷായി. വളരെ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു അമ്പലം. അകത്തൊരു കുഞ്ഞ് കൃഷ്ണനകത്തിരിക്കുന്നു. വളരെ വളരെ മനോഹര അദ്ദേഹത്തിനെ കാണാൻ. ഞാൻ ഇവിടെ ആദ്യമായിട്ടല്ല വരുന്നത്, ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. കാര്യം എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളൊരു പ്ലേസാണ്. പിന്നെ ഇന്നൊന്നും ഈ കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് വീഡിയോയിലൊക്കെ ഇടണമെന്നൊക്കെ ഒരു തോന്നലോ ഒന്നും
എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് വേണ്ടേ എടുത്തിടാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ തോന്നി, അപ്പം ഇന്ന് നമ്മളുടെ ഭഗവാനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് പോവാം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി. അങ്ങനെ വീഡിയോ എടുത്തതാണ്. നോക്കിയേ, പറ്റുമെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ കഴിയുമെങ്കിൽ തിരുവനന്തപുരം വിസിറ്റ് ചെയ്യുന്നെങ്കിൽ ഈ ഒരു അമ്പലത്തിൽ വരാതെ പോകരുത്. എന്ന് വളരെ വലിയൊരു നഷ്ടമാണ്. കാര്യം അത്ര ഭംഗിയുള്ള സ്ഥലമാണ്. മനസ്സിലായോ? ഇതാ ആ സ്ഥലങ്ങളൊക്കെ കണ്ടോ, വളരെ കണ്ട, ആ മേഘങ്ങളായിരുന്നാലും ശരി, ആ സ്ഥലങ്ങളായിരുന്നാലും ശരി, എല്ലാം വളരെ ആ തിരുവനന്തപുരം സിറ്റിയാണ് ഈ കാണുന്നത്. ഒരു കാലത്ത്, ഇന്നിപ്പോൾ ഇത്രയും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നിൽക്കുക. പണ്ടത്തെ ഒരു കാലം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, മുഴുവനും കാടായിട്ടിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു ആ ഒരു രാജകാലത്തൊക്കെ. അന്നത്തെ ഈ ഒരു ഇതിനേക്കാളും ഭംഗിയായിരുന്നു. ഇന്നേ ഇങ്ങനെ ഇത്രയും ഭംഗിയാണെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ, മനസ്സിലായോ, അന്നത്തെ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രദേശം എന്തുമാത്രം ഭംഗിയായിരുന്നാണ്. മനസ്സിലായോ? ഇന്നിപ്പം ഇത് ഇത്രയും സിറ്റികളും കുറേ വീടുകളും കുറേ ഫ്ലാറ്റുകളും ഒക്കെ വന്നിട്ടുണ്ട്. അന്നത്തെ ഒരു കാലം നിങ്ങളൊന്ന് ഇവിടെ വന്നിട്ട് അന്നത്തെ ഒരു കാലം, ആ രാജാവിൻ്റെ അന്നത്തെ ആ ഒരു കാലം നിങ്ങളൊന്ന് ഇമേജ് ചെയ്തു നോക്കണം. മനസ്സിലായോ? അത്ര ഭംഗിയാണ്, ഇപ്പോഴും കാണാൻ ഭംഗിയാണ്. അപ്പം അന്ന് എന്തായിരിക്കും ആ ഒരു ഭംഗി? ഇവിടെ യഥാർത്ഥത്തിൽ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടോ എന്ന് അറിയില്ല. അവിടെ അങ്ങ് നമുക്ക് അറ്റത്ത് മലകൾ കാണാൻ കഴിയുന്നുണ്ട്. കണ്ടാ? ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. മലകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലമാണ്. വരാണെങ്കിൽ ഒന്ന് വിസിറ്റ്. പടികളൊക്കെ ഉണ്ട്. ഈ പടികളൊക്കെ കയറിയാണ് നമ്മൾ വരുന്നത്. കുറച്ച് ഒരു അന്തരീക്ഷമായിട്ടുള്ള ഒരു അമ്പലമാണ്. ബാ ഈ അമ്പലത്തിന്റെ വെളിയിലത്തെ വ്യൂ ഇങ്ങനെയാണ്. ഇതാ നല്ലൊരു ആല് നിൽക്കുന്നുണ്ട്. നല്ല പഴക്കം ചെന്ന ആലാണ്. ഇതാ ഇതിൻ്റെ താഴെയായിട്ട്, ഇവിടെ ആയിട്ടാണ് മാധവസ്വാമിയുടെ സമാധി ഉള്ളത്. ഇതിൻ്റെ അകത്താണ്, താഴ്വശത്തായിട്ടാണ് സമാധി ഉള്ളത്. നമുക്ക് അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകാനായിട്ട് നമുക്ക് അലോഡ് കാണില്ല. എന്തായാലും അങ്ങോട്ട് അകത്തേക്ക് ക്യാമറ കൊണ്ടുപോകുന്നില്ല. കണ്ടോ? വരുന്നവർ ഇതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ കണക്കിന് വന്നേക്കണം. മനസ്സിലായോ? ഉണ്ടോ? ഇതിൻ്റെ മേളില അമ്പലം, നമ്മളിപ്പം കയറിയ അമ്പലം. നല്ലൊരു ആല് നിൽപ്പുണ്ട്. വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, വരുന്നവർ ഇവിടെ വിസിറ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കരുത്. നന്നായിട്ട് വന്നാൽ ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് തന്നെ പോകണം.